ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങനെ ഒരു വികാരമായി, ഒരു തലമുറയുടെ പ്രചോദനമായി, അസാധ്യമെന്ന് മുദ്രകുത്തുന്ന സ്വപ്നങ്ങളെ വേട്ടയാടി നേടിയെടുക്കുന്ന ഒരു പോരാളിയുടെ കഥ. പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപിൽ ജനിച്ച സാധാരണ കുട്ടി, സമ്പത്തോ സൗകര്യമോ സാധ്യതകളോ ഇല്ലാത്തൊരു കൊച്ചു വീട്ടിൽ ജനിച്ച സാധാരണക്കാരന്റെ സ്വപ്നം തന്റെ ഗോളുകളുടെ മീതെ ആകാശമുട്ടെ ഉയരുന്ന ആർപ്പുവിളികളായിരുന്നു. കുട്ടിക്കാലത്ത് ഒഴിഞ്ഞ പോക്കറ്റും വളരെ മെലിഞ്ഞ ശരീരവും എടുത്താൽ പൊങ്ങാത്ത സ്വപ്നങ്ങളുമായി ഫുട്ബോളും തട്ടി നടന്ന ക്രിസ്ത്യാനോയെ കൂട്ടുകാർ കളിയാക്കിയതിന് കയ്യും കണക്കും ഇല്ല പോലും. കഴിവും ഹാർഡ് വർക്കും മിക്സ് ചെയ്തടിച്ചാൽ കിട്ടുന്ന കിക്കിന്റെ പവർ ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനോയ്ക്ക് പരിഹാസങ്ങൾ പോലും പ്രചോദനമായിരുന്നു. സ്പോർട്ടിംഗ് CPയിൽ ലോകത്തിന് തന്നെ ആ യുവാവ് ആദ്യത്തെ സിഗ്നൽ നൽകി. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ പോലും അവനെ നോക്കി അമ്പരന്ന മത്സര പോരാട്ടങ്ങൾ. പിന്നീട് ലോകപ്രസിദ്ധ ഫുട്ബോൾ പരിശീലകൻ ഈ കുട്ടിയെ എനിക്ക് വേണമെന്ന് പറഞ്ഞതോടെ ചരിത്രം ആരംഭിച്ചു. മാഞ്ചസ്റ്ററിൽ നിന്ന് സ്പെയിനിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യാനോ വെറും ഒരു ഫുട്ബോൾ കളിക്കാരനിൽ നിന്ന് ഗോളുകൾ കൊണ്ട് റെക്കോർഡുകൾ തീർക്കുന്ന ഒരു ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള മത്സരങ്ങളിൽ ഫുട്ബോളിനൊപ്പം ഗ്യാലറി കാത്തിരുന്നത് ക്രിസ്ത്യാനോയുടെ പുതിയ അത്ഭുത പ്രകടനങ്ങൾ കാണാനായിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിപ്പുറം ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫാൻസിന്റെ ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. എല്ലാത്തിനും ഉപരി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കേരള ജനത ഫുട്ബോൾ ഗോളുകളേക്കാൾ വിലമതിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിത ചരിത്രത്തെയാണ്. കാരണം സാധാരണക്കാരനായി ജനിച്ച് കഷ്ടപ്പാടുകളിൽ വളർന്ന് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലും നേരിട്ട് ഇല്ലായ്മയിലും പോരായ്മയിലും കുത്തുവാക്കുകളിലും തളരാതെ പോരാടി നേടിയ ലോക റെക്കോർഡുകൾ കേരള മണ്ണിന്റെയും വികാരമാണെന്നുള്ളതാണ് ഓരോ മുക്കിലും മൂലയിലും തലയെടുപ്പോടെ നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഓരോ കട്ടൌട്ടുകൾ പോലും. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനോയുടെ ഗോൾ ആഘോഷം അനുകരിക്കുന്നു. സിയു അതൊരു ആഘോഷം മാത്രമല്ല, ഞാനിവിടെ എത്തി, ഞാൻ വിജയിച്ചു, ഇനിയും പോരാടുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടെയാണ്. സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട്. ദാരിദ്ര്യം ഒരു വിധിയല്ല. കഴിവ് മാത്രം പോരാ, കഠിനാധ്വാനം ചെയ്യണം. തളരുമ്പോഴും വളരാനുള്ള ആത്മവിശ്വാസം വേണം. ഇതൊക്കെയാണ് ഓരോ തലമുറയ്ക്കും ക്രിസ്ത്യാനോ പഠിപ്പിച്ചു കൊടുത്തത്. കാരണം വാക്കുകൾ കൊണ്ടല്ല, പ്രകടനം കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും മറുപടി കൊടുത്തിരുന്നത്. ഫുട്ബോൾ ചരിത്രത്തിൽ എത്രയോ താരങ്ങൾ വന്നു, അനേകം റെക്കോർഡുകൾ പിറന്നു, എത്രയോ ട്രോഫികൾ ഉയർന്നു. പക്ഷെ ഇപ്പോഴും ചിലർ മാത്രം അത്ഭുതമാകുന്നത് അവരുടെ ഗോളുകളുടെയോ റെക്കോർഡുകളുടെയോ എണ്ണത്തിലല്ല, അവരുടെ സിഗ്നേച്ചറിലാണ്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ പോലും നിന്റെ സാഹചര്യമല്ല, നിന്റെ പരിശ്രമമാണ് നിന്നെ നിർവചിക്കുന്നതെന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാക്കുകൾ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ CR7. അദ്ദേഹം ഒരു ഫുട്ബോൾ താരം മാത്രമല്ല, ഒരു പ്രചോദനമാണ്, ഒരു ജനതയുടെ വികാരമാണ്.